കോട്ടയം പള്ളിക്കത്തോടിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ ലഹരിക്കടിമയെന്ന് പോലീസ്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന സിന്ധുവിനെ പിന്നിലൂടെ എത്തി വാക്കത്തി ഉപയോഗിച്ച് അരവിന്ദ് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സിന്ധുവിന്റെ ഭർത്താവ് 20 വർഷം മുമ്പ് മരണപ്പെട്ടു. അന്നു മകൻ അരവിന്ദിന് 3 വയസ്സ് മാത്രം പ്രായം. മകനെ അമ്മ സിന്ധു വളർത്തിയത് ലോട്ടറി കച്ചവടവും കൂലിപ്പണിയും നടത്തി. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ B.Ed പഠനം അരവിന്ദ് ഉപേക്ഷിച്ചു. നൊന്തുപെറ്റ അമ്മയെ ഇല്ലാതാക്കാൻ കാരണമായതും അതേ ലഹരി തന്നെ. കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ എൻക്വയറി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്, അവൻ ഇങ്ങനെയുള്ള അഡിക്ഷൻ പെട്ട ആളാണെന്നുള്ളത് അറിയാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് അവിടെ അറസ്റ്റ് ചെയ്യുകയോ അതിന്റെ പെനാൽറ്റിയൊക്കെ അടിച്ച് ഒഴിവായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കൊലപാതകത്തിന് ശേഷം അരവിന്ദ് തന്നെ അയൽവീട്ടിലെത്തി വിവരം അറിയിച്ചു. ഇവരാണ് പോലീസിൽ അറിയിച്ചത്. ഇവർ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പോലീസുകാരെ വിളിക്കണം, പള്ളിക്ക് സ്റ്റേഷനോട് വിളിക്കണം. ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരെയാ കൊന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതുപോലെ എൻ്റെ തള്ളയാന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പെട്ടെന്ന് കഥ അടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ഞാനൊരു മെമ്പറെ വിളിച്ചു പറഞ്ഞു, നമ്മളെ പോലീസ് സ്റ്റേഷനോട് പറഞ്ഞു, സാറേ ഇന്നൊരു സംഭവം, അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. സിന്ധു മകന്റെ കാര്യങ്ങൾ ബന്ധുക്കളോട് പോലും പങ്കുവച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങളോടൊന്നും തുറന്നു പറയാറില്ല. എന്താ സംഭവിക്കുന്നതെന്നോ മകൻ എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാറില്ല. അവൻ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഇന്നലെയാണ് അത് മനസ്സിലായത്, അവൻ എത്ര അളവിന് ലഹരിക്ക് അടിമയായിട്ട് സ്വന്തം അമ്മയെ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്തു എന്നുള്ളത്. ഇന്നലെ രാത്രി തന്നെ അരവിന്ദിനെ പള്ളിക്കത്തോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മീഡിയ 1 കോട്ടയം.